ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അൽഫിന അനസ്തെറ്റിക് ലൈഫ് സ്റ്റൈൽ. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരുന്ന PNC-MAKയുടെ BSc നഴ്സിംഗ് സെക്കൻഡ് അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഗൂഗിളിൽ കയറിയതിനു ശേഷം PNC-MAK എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്താൽ PNC-MAKയുടെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. അതിൽ വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ഹിയർ ടു സി BSc നഴ്സിംഗ് സെക്കൻഡ് അലോട്ട്മെന്റ് ലാസ്റ്റ് ഡേറ്റ് ഫോർ ഓൺലൈൻ ഫീ റെമിറ്റൻസ് ഓൺ ഓർ ബിഫോർ September 15, 2025, 5 p.m. Last date for joining on or before September 15, 2025, 5 p.m. അതായത് ഇപ്പോൾ സെക്കൻഡ് അലോട്ട്മെന്റ് കിട്ടിയ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട കോളേജാണ് കിട്ടിയത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ചെയ്യേണ്ടത് സെപ്റ്റംബർ 15 മുന്നേ തന്നെ ടോക്കൺ ഫീ അടച്ച് സെപ്റ്റംബർ 15 മുന്നേ തന്നെ ഡയറക്റ്റ് കോളേജിൽ പോയി ഡോക്യുമെന്റ്സും ഫീസും ഒക്കെ ആയിട്ട് പോയിട്ട് നിങ്ങൾ ഡയറക്റ്റ് അഡ്മിഷൻ എടുക്കേണ്ടതുമാണ്. പല കുട്ടികൾക്കുമുള്ള ഡൗട്ട് ആയിരിക്കും, സെക്കൻഡ് അലോട്ട്മെന്റിൽ കിട്ടിയ കോളേജിൽ സാറ്റിസ്ഫൈഡ് അല്ല, ഇനി നെക്സ്റ്റ് അലോട്ട്മെന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം എന്ന് ആഗ്രഹമുള്ള കുട്ടികളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ടോക്കൺ ഫീ അടയ്ക്കുക. കോളേജിൽ ജോയിൻ ചെയ്യരുത്. ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആ കോളേജിൽ തന്നെ തുടരേണ്ടതായിട്ട് വരുന്നതാണ്. അതുകൊണ്ട് തന്നെ കോളേജിൽ ജോയിൻ ചെയ്യാതെ ടോക്കൺ ഫീ അടച്ചിട്ട് അടുത്ത അലോട്ട്മെന്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് കിട്ടും എന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ വെയിറ്റ് ചെയ്യാവൂ. കാരണം നെക്സ്റ്റ് അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ഓൾറെഡി കിട്ടിയ സെക്കൻഡ് അലോട്ട്മെന്റ് അവിടെ ക്യാൻസൽ ആയി പോകുന്നതാണ്. അതായത് നെക്സ്റ്റ് അലോട്ട്മെന്റിൽ കിട്ടിയില്ലെങ്കിൽ ഓൾറെഡി കിട്ടിയ അലോട്ട്മെന്റിലുള്ള കോളേജിലേക്ക് നിങ്ങൾക്ക് പിന്നീട് പോയി അഡ്മിഷൻ എടുക്കാൻ വേണ്ടി സാധിക്കുന്നതില്ല. ആ ഒരു സീറ്റ് ക്യാൻസൽ ആയി പോകുന്നതാണ്. അതുപോലെ നമ്മൾക്കിവിടെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്നത് അലോട്ട് നമ്പറും ആപ്ലിക്കേഷൻ നമ്പറും അതുപോലെ നൈമും ടോട്ടൽ ഇൻഡെക്സ് മാർക്കും ആണ് കാണാൻ സാധിക്കുന്നത്. 460 ഇപ്രാവശ്യം സെക്കൻഡ് അലോട്ട്മെന്റിന് 423 മാർക്കുള്ള കുട്ടിക്കാണ് അവസാനമായിട്ട് ലഭിച്ചിരിക്കുന്നത്. നമ്മൾ ഓൾറെഡി പ്രഡിക്ഷൻ വീഡിയോയിൽ പറഞ്ഞതാണ്, 2023 424 മാർക്കുള്ള കുട്ടിക്കായിരുന്നു അവസാനം അലോട്ട്മെന്റ് ലഭിച്ചത്. എന്നാൽ 2025 423 മാർക്കുള്ള കുട്ടിക്ക് വരെ ലഭിച്ചിട്ടുണ്ട്. അതായത് 2023 കുറച്ചുകൂടി താഴ്ന്ന രീതിയിലാണ് 2025 അഡ്മിഷൻ നടന്നിരിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ പല ഡോക്യുമെന്റ്സും തെറ്റായിട്ട് ഇതിൽ അപ്ലൈ ചെയ്ത കുട്ടികളുടെതൊക്കെ റിജക്റ്റ് ആയി പോയിട്ടുണ്ട്. അവരാർക്കും തന്നെ റാങ്ക് ലിസ്റ്റോ നെക്സ്റ്റ് അലോട്ട്മെന്റിന്റെയോ കാര്യങ്ങൾക്കോ ഒന്നും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. നിങ്ങൾക്ക് ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഈ രീതിയിലും നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും നൈമും ഒക്കെ നോക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. പക്ഷേ ഇതിൽ ഒരുപാട് ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ലോഗിൻ ചെയ്ത് BSc നഴ്സിംഗിന്റെ ഒരു ഇമെയിൽ ID പാസ്വേഡും കാര്യങ്ങളൊക്കെ കൊടുത്ത് നിങ്ങൾക്ക് നോക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് നിങ്ങൾക്ക് എവിടെയാണ് അലോട്ട്മെന്റ് കിട്ടിയിട്ടുള്ളത് എന്നുള്ളത്. പിന്നെ പല കുട്ടികളും ചോദിക്കുന്നതാണ്, PNC-MAKയിൽ റിസർവേഷൻ ഉണ്ടോ, അതുപോലെ ഫീ കൺസെഷൻ ഉണ്ടോ, സ്കോളർഷിപ്പ് ഉണ്ടോ എന്നുള്ളതൊക്കെ ചോദിക്കുന്നുണ്ട്. ഇവിടെ റിസർവേഷൻ ഇല്ല, സ്കോളർഷിപ്പ് ഇല്ല, അതുപോലെ ഫീ കൺസെഷനും ഇല്ല. അതായത് എല്ലാ കാറ്റഗറി സ്റ്റുഡൻസിനെയും അവരുടെ മാർക്ക് അടിസ്ഥാനത്തിലാണ് PNC-MAKയിൽ അഡ്മിഷൻ എടുപ്പിക്കുന്നത്. സെപ്റ്റംബർ 15 ശേഷം ഇനി അടുത്ത ഏതൊക്കെ കോളേജിലേക്ക് കുട്ടികൾ ജോയിൻ ചെയ്തു, ജോയിൻ ചെയ്തിട്ടില്ല എന്നുള്ളൊരു ലിസ്റ്റ് സൈറ്റിൽ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. അതിനുശേഷം ആയിരിക്കും തേർഡ് അലോട്ട്മെന്റ് വരുന്നുണ്ടാവുക. ഇപ്പോൾ അലോട്ട്മെന്റ് കിട്ടിയ കുട്ടികൾ നിങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് ആണെങ്കിലും സാറ്റിസ്ഫൈഡ് അല്ലെങ്കിലും ടോക്കൺ ഫീസ് എന്തായാലും അടയ്ക്കണം. സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രം കോളേജിൽ ഡയറക്റ്റ് പോയി അഡ്മിഷൻ എടുക്കുക. സാറ്റിസ്ഫൈഡ് അല്ല എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് അലോട്ട്മെന്റിന് വേണ്ടിയിട്ട് ടോക്കൺ ഫീ അടച്ചതിന് ശേഷം വെയിറ്റ് ചെയ്യുക. അതുപോലെ വെയിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഓൾറെഡി കിട്ടിയ അലോട്ട്മെന്റ് നിങ്ങളെ ക്യാൻസൽ ചെയ്തുകൊണ്ടാണ് അടുത്ത അലോട്ട്മെന്റിന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നത് എന്നതുകൂടി നിങ്ങൾ ചിന്തിച്ചിട്ട് വേണം മുന്നോട്ട് റിസ്ക് എടുക്കാനായിട്ട്. അതുപോലെ നിങ്ങളുടെ ഒറിജിനൽ ഡോക്യുമെന്റ്സ് ആണ് കോളേജിൽ കൊണ്ടുപോകേണ്ടത്. കോളേജിൽ കൊണ്ടുപോകേണ്ട ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ പ്രോസ്പെക്ടസിലും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഓൾറെഡി വീഡിയോസും ചെയ്തിട്ടുണ്ട്. നോർമലി പറയുകയാണെങ്കിൽ അലോട്ട്മെന്റ് കിട്ടിയതിന്റെ മെമ്മോയും നിങ്ങൾ ടോക്കൺ ഫീ അടച്ചതിന്റെ റെസിപ്റ്റും നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുത്ത സമയത്ത്, അതായത് PNC-MAKയുടെ ആപ്ലിക്കേഷൻ കൊടുത്ത സമയത്തുള്ള ആപ്ലിക്കേഷൻ ഫോമും അതുപോലെ തന്നെ ബാക്കി നിങ്ങളുടെ ഒറിജിനൽ ഡോക്യുമെന്റ്സ് കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ കൊണ്ടുപോകേണ്ടത്. ഫോട്ടോസും കാര്യങ്ങളൊക്കെയാണ് കൊണ്ടുപോകേണ്ടത്. നോർമലി LBSൽ എന്തൊക്കെ ഡോക്യുമെന്റ്സ് കൊടുക്കുന്നതോ അതേ റേഞ്ചിലുള്ള ഡോക്യുമെന്റ്സ് തന്നെയാണ്. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് PNC-MAKയിൽ ഏത് കോളേജിലാണോ അഡ്മിഷൻ കിട്ടിയത് ആ കോളേജിൽ ഡയറക്റ്റ് വിളിച്ച് അന്വേഷിക്കാവുന്നതാണ് എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് കൊണ്ടുവരേണ്ടത് എന്നുള്ളത്.
ഓരോ കോളേജിലും എത്രത്തോളം ഇൻഡെക്സ് മാർക്കുള്ള കുട്ടികൾക്കാണ് ലഭിച്ചിട്ടുള്ളത് എന്നത് നമുക്ക് ഈ ലിസ്റ്റ് നോക്കിയാൽ കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. അതുപോലെ ഏറ്റവും കുറവ് ഇൻഡെക്സ് മാർക്ക് ലഭിച്ചിട്ടുള്ളത് ഏത് കോളേജിലാണ് എന്നത് നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഇപ്പോൾ ഓപ്ഷൻസ് ഒന്ന് റീഅറേഞ്ച് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതായത് ഏറ്റവും ഇൻഡെക്സ് മാർക്ക് കുറഞ്ഞ കുട്ടികളെ ഏത് കോളേജിനാണോ വിളിച്ചിട്ടുള്ളത് ആ കോളേജ് നിങ്ങൾ ഓൾറെഡി ഓപ്ഷൻ വെച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ ആ കോളേജിനെ നിങ്ങൾക്ക് പ്രയോറിറ്റൈസ് ചെയ്ത് വെക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പോൾ അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യതയും കൂടി ഉണ്ടാകുന്നതായിരിക്കും. ഓൾറെഡി PNC-MAKയുടെ ജോയിന്റ് ആൻഡ് നോട്ട് ജോയിന്റ് സ്റ്റുഡന്റ് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നമുക്ക് കാണാൻ സാധിച്ചത് ഒരുപാട് നല്ല മാർക്കുള്ള കുട്ടികൾ ഉണ്ടായിട്ടും അവർക്കാർക്കും അഡ്മിഷൻ എടുക്കാൻ സാധിച്ചിട്ടില്ല. കാരണം ഓൾറെഡി അവർക്ക് LBSലൊക്കെ കിട്ടിയിട്ടുള്ളത് കൊണ്ട് തന്നെ പലർക്കും സെൽഫ് ഫിനാൻസിങ്ങിലായിരിക്കും കിട്ടിയിട്ടുണ്ടായിരിക്കുന്നത്. അവിടെ നിന്നും അങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പല കോളേജസും അനുവദിക്കാറില്ല. അതുകൊണ്ട് തന്നെ പല കുട്ടികൾക്കും ഇവിടേക്ക് അഡ്മിഷൻ എടുക്കാൻ സാധിച്ചിട്ടുമില്ല. അങ്ങനെയുള്ള സീറ്റ് വാക്കൻസിയും കാര്യങ്ങളൊക്കെ PNC-MAKയിൽ വന്നിരുന്നു. അതുപോലെ തന്നെ സെക്കൻഡ് അലോട്ട്മെന്റിൽ നിങ്ങളിപ്പോൾ അഡ്മിഷൻ എടുത്തില്ല എന്നുണ്ടെങ്കിൽ ആ സീറ്റ് നിങ്ങൾ ക്യാൻസൽ ആകും. അതുപോലെ തന്നെ അഡ്മിഷൻ എടുക്കാതെ മുന്നോട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതിനുവേണ്ടി ചെയ്യേണ്ടത് ടോക്കൺ ഫീസ് അടയ്ക്കുക എന്നതാണ്. പല കുട്ടികളും ചോദിക്കുന്നുണ്ട്, ടോക്കൺ ഫീസ് ഓൾറെഡി അലോട്ട്മെന്റ് കിട്ടി, ഇനി അടച്ചിട്ടേ ഇല്ല, ഇനി അടുത്തതിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. ഇല്ല, നിങ്ങൾക്ക് ഇനി അടുത്തതിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ കുട്ടികളോട് പറയാനുള്ളത്, PNC-MAK ആപ്ലിക്കേഷനിൽ തന്നെ നിങ്ങൾ റിജക്റ്റ് ആയി പോയിട്ടുണ്ട്. ഇനി അങ്ങോട്ടുള്ള ഒരു അലോട്ട്മെന്റിലേക്ക് നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. സെക്കൻഡ് അലോട്ട്മെന്റ് വന്നതിനെ തുടർന്നുള്ള നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് കമന്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് അലോട്ട്മെന്റ് ഉടനടി വരുന്നത് കാരണം എല്ലാ കുട്ടികളും ഫീസും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെക്കുക. സമയത്തിന് ഫീസ് അടച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ അഡ്മിഷൻ കിട്ടുകയില്ല. നിങ്ങൾക്ക് ഫീസ് അടയ്ക്കാൻ വേണ്ടി ഒരു സമയപരിധി ഒന്നും തരികയുമില്ല കോളേജസ്. അത് മനസ്സിലാക്കി ഫീസൊക്കെ റെഡിയാക്കി വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ നിങ്ങൾ ഇപ്പോൾ അടയ്ക്കുന്ന ടോക്കൺ ഫീസ് നിങ്ങൾ കോളേജിൽ പോകുമ്പോൾ ആദ്യത്തെ വർഷത്തെ ട്യൂഷൻ ഫീസിൽ നിന്നും ഈ ഒരു ടോക്കൺ ഫീസ് കുറച്ച് ബാക്കിയുള്ള ഫീസ് മാത്രം നിങ്ങൾ അടച്ചാൽ മതിയാകും. അപ്പോൾ സെക്കൻഡ് അലോട്ട്മെന്റിനെ ബേസ് ചെയ്തിട്ടുള്ള ഡൗട്ട്സ് നിങ്ങൾ കമന്റ് സെക്ഷനിൽ ചോദിക്കുക. ഇതിന്റെ Q&A സെക്ഷൻ ആയിട്ട് നമുക്ക് ഒരുപാട് കമന്റ്സ് വരികയാണ്, ഡൗട്ട്സ് വരികയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ആർക്കൊക്കെ ഏതൊക്കെ കോളേജസിലാണ് അലോട്ട്മെന്റ് കിട്ടിയത്, ഏത് ഇൻഡെക്സ് മാർക്കിലാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് എന്നതൊക്കെ ഒന്ന് കമന്റ് സെക്ഷനിൽ പറയാട്ടോ. മറ്റു കുട്ടികൾക്കും കൂടി ഉപകാരപ്രദമായിരിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ആരൊക്കെ ഇനി വെയിറ്റ് ചെയ്യണം എന്നുള്ളത് പ്രഡിക്ഷൻ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം തീരുമാനിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക. അതുപോലെ നമ്മുടെ ഫ്രണ്ട്സിലേക്ക് ഇൻഫർമേഷൻസ് പാസ് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള അപ്ഡേറ്റ്സിന് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കറക്റ്റ് ടൈമിൽ അപ്ഡേഷൻസ് ലഭിക്കുന്നതിന് വേണ്ടി നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്തുകൂടി വെക്കുക. കുട്ടികൾക്കും അപ്ഡേഷൻസ് കറക്റ്റ് ടൈമിൽ കിട്ടാത്തത് നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെക്കാത്തത് കൊണ്ടാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇതുപോലുള്ള അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. ഓക്കെ, ബൈ, താങ്ക് യു.